ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു ലേറ്റസ്റ്റ് ഓഫ് PSC. അപ്പൊ ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സോ ഇന്ന് നമ്മൾ പെനിൻസുലാർ പ്ലാറ്റു ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഉത്തരപർവ്വത മേഖലയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പെനിൻസുലാർ പ്ലാറ്റു എന്ന ഭാഗമായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് ക്ലാസ്സിലോട്ടേക്ക് കിടക്കാം. എന്താണ് ഒരു ഉപദ്വീപ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് അല്ലെ? അപ്പൊ എന്താണ് ഉപദ്വീപ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെനിൻസുല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഓൾറെഡി മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് പെനിൻസുല എന്ന്. ഒന്നുകൂടി പറയാം. അതായത് സൈഡും വെള്ളവും ഒരു സൈഡ് ലാൻഡും, ഓക്കെ, 3 സൈഡ് വാട്ടറും ഒരു സൈഡ് ലാൻഡും ഉള്ള ഏരിയാസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു പെനിൻസുല അല്ലെങ്കിൽ ഒരു ഉപദ്വീപ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയുടെ കേസ് എടുത്ത് നോക്കാം. ഇന്ത്യയുടെ കേസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഇവിടെ ലാൻഡ് ആണ് ഇന്ത്യക്ക്, ഇവിടെ ലാൻഡ് വരുന്നു, ഇവിടെ എന്ത് വരുന്നു? ഇവിടെ നമ്മുടെ അറബിക്കടൽ വരുന്നു, ഇവിടെ ബേ ഓഫ് ബംഗാൾ വരുന്നു, താഴെ ഇന്ത്യൻ ഓഷൻ വരുന്നു. സോ 3 sides ആർ വാട്ടർ അല്ലെ? 3 സൈഡും വെള്ളമാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗത്തിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു പെനിൻസുല എന്ന് വിളിക്കാം. അപ്പൊ ഇന്ത്യ എന്താണ്? ഒരു പെനിൻസുലയാണ് അല്ലെ? ഈ പെനിൻസുലയുടെ മേജർ പോർഷനിലും കിടക്കുന്ന ഒരു ഭൂരൂപമാണ് ഏതെന്ന് പറയുന്നത്? പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എടുത്തു നോക്കുവാണെങ്കിൽ ഇതിപ്പോ ഇന്ത്യൻ പെനിൻസുല, ഇതിപ്പോ ഇന്ത്യൻ പെനിൻസുല, ഈ ഇന്ത്യൻ പെനിൻസുലയുടെ മേജർ പോർഷനും എന്താണ് കവർ ചെയ്തേക്കുന്നത്? മേജർ പോർഷനും പീഠഭൂമിയാണ് കവർ ചെയ്തേക്കുന്നത്. സോ നമുക്ക് അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കാം? ഉപദ്വീപീയ പീഠഭൂമി, പെനിൻസുലാർ പ്ലാറ്റു എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു പീഠഭൂമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പീഠഭൂമി എന്താണെന്നും ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ? പീഠഭൂമി എന്ന് വെച്ചാൽ എന്താ? ഒരു മൗണ്ടെയിൻ അഥവാ ഒരു പർവ്വതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലവേഷൻ കൂടുതലുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശത്തിന്റെ മുകൾ ഭാഗം ഇങ്ങനെ അതിന്റെ സമ്മിറ്റ് ഇങ്ങനെ കൂർത്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ഒരു പീഠഭൂമി എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ, പീഠഭൂമി എന്ന് വെച്ചാൽ സമീപ പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉയരം കൂടുതലുള്ള പ്രദേശം. ഓക്കെ, സമീപ പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉയരം കൂടുതലുള്ള പ്രദേശം, പക്ഷേ അതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു ടേബിൾ പോലെയായിരിക്കും ഉണ്ടാവുക, ഇങ്ങനെ പരന്നിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം? അത്തരത്തിലുള്ള പ്രദേശങ്ങളെ നമുക്ക് പീഠഭൂമി എന്ന് വിളിക്കാം. സോ ഇന്ത്യയുടെ ഈ ഒരു ഭാഗം മൊത്തം എന്താണ്? ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പീഠഭൂമിയാണ്. ഇനി നമുക്ക് ഈ ഒരു മാപ്പ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു പീഠഭൂമി കിടക്കുന്ന ഷേപ്പ് ഏതാണെന്ന് നോക്കൂ. ഏത് ഷേപ്പിലാണ് ഇത് കിടക്കുന്നത്? ഇത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കിടക്കുന്നത് അല്ലെ? അതായത് ഒരു ത്രികോണം തിരിച്ചിട്ട രീതിയിൽ, ഒരു ത്രികോണ ആകൃതിയിലാണ് നമ്മുടെ പീഠഭൂമി കിടക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അതാണ് പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പീഠഭൂമി, അതായത് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്, അതായത് ഈ ഒരു ക്ലാസ്സിന് വേണ്ടി ഞാൻ റെഫർ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. 9ാം ക്ലാസ്സിലെ SS2 ചാപ്റ്റർ 3 ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. ഓക്കെ, ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്നുള്ള ചാപ്റ്റർ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു ചാപ്റ്റർ റെഫർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പീഠഭൂമി എന്താന്ന് പറഞ്ഞു. ഇനി പീഠഭൂമിനെ നമ്മൾ പൊതുവെ ക്ലാസിഫൈ ചെയ്യുന്നത് 3 ആയിട്ടാണ്. അപ്പൊ ആ 3 ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിലൊന്നാണ് ഇന്റർമോണ്ടൈൻ പീഠഭൂമി അല്ലെങ്കിൽ ഇന്റർമോണ്ടൈൻ പ്ലാറ്റു എന്ന് പറഞ്ഞത്. ഇന്റർമോണ്ടൈൻ എന്നാ പറയുന്നത് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതായത് ചുറ്റും എന്തായിരിക്കും? ചുറ്റും മൗണ്ടെയിൻസ് ആയിരിക്കും അല്ലെ? അപ്പൊ മൗണ്ടെയിൻസിന്റെ ഇടയിൽ, പർവ്വതങ്ങൾക്ക് ഇടയിൽ വരുന്ന പ്ലാറ്റ്യൂസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള പ്ലാറ്റ്യൂസിനെ നമുക്ക് ഇന്റർമോണ്ടൈൻ പ്ലാറ്റ്യൂ എന്ന് നമുക്ക് വിളിക്കാം. ഇനി അടുത്തതാണ് പീഡ്മോണ്ട് പ്ലാറ്റ്യൂ. പീഡ്, നമ്മൾ പെഡിക്യൂർ, മാനിക്യൂർ എന്നൊക്കെ പറയാറില്ലേ? എന്താണ് പെഡിക്യൂർ ചെയ്യുക? പീഡ് എന്നൊക്കെ വെച്ചാൽ എന്താ അർത്ഥം? പെഡി എന്നൊക്കെ പറയുമ്പോൾ പാദം എന്നല്ല അർത്ഥം, അടിഭാഗം. അതായത് നമ്മുടെ മൗണ്ടെയിൻസിന്റെ ഒക്കെ താഴ്വാരത്ത്, ഓക്കെ, മൗണ്ടെയിൻസിന്റെ ഒക്കെ അടിഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പീഡ്മോണ്ട് പ്ലാറ്റ്യൂ എന്ന് വിളിക്കാം. അടുത്തത് കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂസ് ആണ്, അല്ലെങ്കിൽ വൻകര പീഠഭൂമികളാണ്, വൻകരയിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാറ്റ്യൂസ്. ഓക്കെ, അപ്പൊ ഇതാണ് 3 ടൈപ്പ് ഓഫ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യൻ പീഠഭൂമിയുടെ അതിർത്തികൾ ഏതൊക്കെയെന്ന് നോക്കാം. അത് നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ? നമ്മുടെ പീഠഭൂമിയുടെ അതിർത്തികൾ ഏതൊക്കെയാ? നിങ്ങൾ നോക്കിക്കേ. തീർച്ചയായിട്ടും ഏതാണ്? നമുക്കിവിടെ ആരവല്ലി കാണാം, പിന്നെ നമുക്കിവിടെ രാജ്മഹൽ ഹിൽസ് കാണാം അല്ലെ? നിങ്ങൾക്ക് ഈ ഒരു അതിർത്തികൾ കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ എന്ന്. നോക്കിക്കേ, നോർത്തിൽ നമുക്ക് എന്താ കാണുന്നത്? നോർത്തിൽ നമുക്ക് ഡൽഹി മലനിരകൾ കാണാം. അതായത് ആരവല്ലിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പോകുന്ന ഡൽഹി റിഡ്ജസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈസ്റ്റിലോട്ടേക്ക് പോയാൽ നമുക്ക് രാജ്മഹൽ ഹിൽസ് കാണാം. ഇനി വെസ്റ്റിൽ നമുക്ക്
ഗിർ മലനിരകൾ കാണാം. താഴെ നമ്മുടെ കാർഡമം ഹിൽസ് അല്ലെങ്കിൽ നമ്മുടെ ഏലമല നമുക്ക് കാണാം. അപ്പൊ ഇതാണ് പീഠഭൂമിയുടെ അതിർത്തികൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പല രീതിയിൽ പറയാം കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ. ഇനി മുകളിൽ നിങ്ങൾക്ക് ഇപ്പൊ ഡൽഹിക്ക് പകരം ഗംഗാ സമതലം എന്ന് പറഞ്ഞാലും അതെന്താണ്, അത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ഫാക്റ്റുകൾ പഠിക്കാം. നമ്മുടെ പീഠഭൂമിയുടെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ത്രികോണത്തിന് സമാനമാണ്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു. ത്രികോണത്തിന് സമാനമായിട്ടാണ് നമ്മുടെ പീഠഭൂമിയുടെ ഷേപ്പ് ഇരിക്കുന്നത്. ഇതിന്റെ ഒരു ഉയരം എത്രയാണെന്ന് പഠിച്ചു വെച്ചോളൂ. ഉയരം എത്രയാണ്? 600 മീറ്റർ തൊട്ടിട്ട് 900 മീറ്റർ വരെയാണ് നമ്മുടെ ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൽ വരുന്ന നദീ താഴ്വരകൾ എന്നൊക്കെ പറയുന്നത് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ആഴം കുറഞ്ഞ നദീ താഴ്വരകളാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പേര് വന്നത്? നോർമൽ പീഠഭൂമി എന്നങ്ങ് പറഞ്ഞാൽ പോലെ എന്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പേര് തന്നു? അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചു, നമ്മുടെ പെനിൻസുലയുടെ മേജർ പോർഷനും ഈ പീഠഭൂമികളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ പെനിൻസുലാർ പ്ലാറ്റു അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ലോകത്തിലെ തന്നെ ഓരോ ലാൻഡ് ഫോംസും എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രായം ചെന്ന ലാൻഡ് ഫോംസിൽ ഒരു ലാൻഡ് ഫോം ആണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ലോകത്തിലെ തന്നെ പ്രായം ചെന്ന ഭൂവിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസ് ഓരോന്നെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വിശാല വിസ്തൃതിയിൽ കിടക്കുന്നത് ഏതാണ്? അത് തീർച്ചയായിട്ടും നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമി എടുത്ത് നോക്കുമ്പോൾ ഇവിടെയാണല്ലോ, ഇത്രയും ഭാഗമാണല്ലോ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ഭാഗമാണ് അല്ലെ. സോറി, ഇത്രയും ഇങ്ങോട്ടേക്ക് വരണ്ട, ഇച്ചിരി വരച്ചപ്പോ അങ്ങോട്ട് കയറിപ്പോയതാണ്. ഇവിടം വരെയാണ്. അപ്പൊ നമുക്ക് ഈ ഉപദ്വീപീയ പീഠഭൂമിന്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് കാണാം? ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വെസ്റ്റേൺ ഗട്ട്സ് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് കാണാം? ഈസ്റ്റേൺ ഗട്ട്സ് അഥവാ പൂർവ്വഘട്ടം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്നത് എന്താണ്? പശ്ചിമഘട്ടം. കിഴക്ക് ഭാഗത്ത് കാണുന്നത് എന്താണ്? പൂർവ്വഘട്ടം. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സ്ഥാനം, അതായത് ഈ ഒരു പീഠഭൂമിയുടെ പൊസിഷൻ ഇരിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പീഠഭൂമിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഒന്ന് ഡക്കാൻ പ്ലാറ്റു. ഈ ഒരു ഭാഗമാണ് ഡക്കാൻ പ്ലാറ്റു എന്ന് പറയുന്നത്. ഇതാണ് ഡക്കാൻ പ്ലാറ്റു. പിന്നെ അടുത്തതാണ് മധ്യ ഉന്നത തടങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. അപ്പൊ ഡക്കാൻ പ്ലാറ്റു എന്നും മധ്യ ഉന്നത തടങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പീഠഭൂമിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഡക്കാൻ പീഠഭൂമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഡക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് ഇങ്ങനെ ത്രികോണം തിരിച്ചിട്ട പോലെയാണ് കിടക്കുന്നത്. ഇതില് രണ്ട് മലനിരകൾക്കിടയിൽ രണ്ട് മലനിരകൾക്കിടയിലായിട്ടാണ് ഡക്കാൻ പ്ലാറ്റു കിടക്കുന്നത്. ഇവിടെ എന്തുണ്ട്? വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, ഇപ്പുറത്ത് ഈസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്. ഇതിന് ഇടയിലായിട്ട് ആര് കിടക്കുന്നു? നമ്മുടെ ഡക്കാൻ പ്ലാറ്റു കിടക്കുന്നു. ഇനി ഇതിന്റെ നോർത്ത് ഭാഗത്താണ് എന്തുള്ളത്? സത്പുര റേഞ്ചസ്. ഓക്കെ, ഈ ഡക്കാൻ പ്ലാറ്റുവിന് നോർത്ത് ഭാഗത്ത് സത്പുര റേഞ്ചസ് ഉണ്ടെന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അതായത് സത്പുര മാത്രമല്ല, നമ്മുടെ മൈക്കല ഹിൽസ്, മഹാദിയോ ഹിൽസ് ഒക്കെ ഉള്ളത് എവിടെയാണ്? ഡക്കാൻ പ്ലാറ്റുവിന്റെ നോർത്തേൺ ഭാഗത്താണ്. ഈ ഡക്കാൻ പ്ലാറ്റുവിന് എങ്ങനെയാണ് ഡക്കാൻ എന്ന പേര് വന്നതെന്ന് അറിയോ? അതായത് ഈ ദക്ഷിൺ എന്ന സാൻസ്ക്രിറ്റ് വേർഡ്, ദക്ഷിൺ എന്ന് പറഞ്ഞൊരു സാൻസ്ക്രിറ്റ് വേർഡ് ഉണ്ട്. അതിന്റെ മീനിങ് തെക്ക് എന്നാണ്. അപ്പൊ തെക്ക് എന്ന അർത്ഥം വരുന്ന ദക്ഷിൺ എന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? ഡക്കാൻ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ഈ ഒരു ഡക്കാൻ പ്ലാറ്റു ഉണ്ടായതെന്ന് നമുക്ക് നോക്കിയാലോ. അതായത് നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ലാവ എന്ത് ചെയ്തു? ലാവ പുറത്തോട്ടേക്ക് വരുന്നു. ഈ ലാവ ഇങ്ങനെ ഒഴുകുന്നു ലാവ പുറത്തു വന്ന് ലാവ ഒഴുകി അത് തണുത്തുറഞ്ഞ് എന്താകുന്നു? തണുത്തുറഞ്ഞ് വന്ന ഏരിയാസ് ആണ്. അങ്ങനെ ഒഴുകി പരന്നുണ്ടായി. നമുക്ക് ഫ്ലഡ് ബസാൾട്ട് വോൾക്കാനോസ് എന്നൊക്കെ വിളിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇതിങ്ങനെ ഈ ലാവ, ഉള്ളിൽ നിന്ന് വരുന്ന ഈ ലാവ പുറത്തോട്ടേക്ക് ഒഴുകി രൂപം കൊണ്ടതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഡക്കാൻ പ്ലാറ്റു എന്ന് പറയുന്നത്. അതായത് ഇതിങ്ങനെ ഒഴുകി, നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ഭൂമിക്കുള്ളിൽ നിന്നും പുറത്തോട്ടേക്ക് വരുന്ന ലാവ അല്ലെങ്കിൽ ഈ ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ ഏതാണ്? ഏത് ടൈപ്പ് ശിലകളാണ്? ആഗ്നേയ ശിലകളാണ്. ആഗ്നേയ ശിലകൾക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയാ? ഗ്രാനൈറ്റ്, ബസാൾട്ട് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ആഗ്നേയ ശിലകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഗ്രാനൈറ്റിൽ നിന്നും ബസാൾട്ടിൽ നിന്നൊക്കെയാണ് എന്ത് രൂപം കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഡക്കാൻ പീഠഭൂമി രൂപം കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡക്കാൻ പീഠഭൂമിയുടെ നോർത്ത് വെസ്റ്റ് ഭാഗം, നോർത്ത് വെസ്റ്റ് ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബസാൾട്ട് കൊണ്ടാണ്. നോർത്ത് വെസ്റ്റ് ഭാഗം ബസാൾട്ട് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം
ഈ ഒരു ഭാഗം, ഈ ബസാൾട്ടും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന നോർത്ത് വെസ്റ്റേൺ ഭാഗം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഡെക്കാൻ ട്രാപ്പ് എന്ന പേരിലാണ്. അപ്പൊ ഡെക്കാൻ ട്രാപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. ബസാൾട്ട്, അതായത് നമ്മുടെ ഡെക്കാൻ പ്ലാറ്റുവിന്റെ നോർത്ത് വെസ്റ്റേൺ ഭാഗം ഇതുപോലെ ബസാൾട്ട് കൊണ്ട് നിർമ്മിതമാണ്. ഇത്തരത്തിൽ ബസാൾട്ട് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ആ ഒരു ഏരിയാസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കാം. ഈ ഡെക്കാൻ, അതായത് ഈ ബസാൾട്ട് റോക്കിന്, ഓക്കെ, ഈ ബസാൾട്ടിന് കാലക്രമേണ എന്ത് സംഭവിക്കും? വെതറിങ് സംഭവിക്കും, അല്ലെങ്കിൽ അപക്ഷയം സംഭവിക്കും. അപക്ഷയം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ? ഇത് തേഞ്ഞു തീരാം, അല്ലെ? പല രീതിയിൽ ഇതിന് അപക്ഷയം, ഇത് പൊടിഞ്ഞു പൊടിഞ്ഞു വീഴാം. അപ്പൊ ഇത്തരത്തിൽ ഈ ബസാൾട്ട് പൊടിഞ്ഞു പൊടിഞ്ഞ് ഇതിന് അപക്ഷയം സംഭവിച്ചിട്ട് ഉണ്ടാകുന്ന സോയിലാണ് എന്തെന്ന് പറയുന്നത്? അതിനെയാണ് നമ്മൾ റീഗർ സോയിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, റീഗർ സോയിൽ, ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണ് എന്നൊക്കെ വിളിക്കുന്നത് എന്തിനെയാണ്? ഈ ഒരു ബസാൾട്ട് പൊടിഞ്ഞുണ്ടാകുന്ന ഈ ഒരു സോയിലിനെയാണ്. സോ റീഗർ സോയിൽ എന്നറിയപ്പെടുന്നു. ഇത് നല്ല ഫലഭൂയിഷ്ടിയുള്ള സോയിലാണ്. അതുപോലെ തന്നെ ഇതിന് പൊറോസിറ്റി കൂടുതലാണ്, ജലസംഭരണം കൂടുതലാണ്, ജലസംഭരണ ശേഷി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് പോലും ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? കാർഷിക വിളകൾക്ക് പ്രയോജനമാകുന്ന മണ്ണാണ് ഈ ഒരു ബസാൾട്ട് സോയിൽ എന്ന് പറയുന്നത്. ഇത് ഏതിന്റെ കൃഷിക്കാണ് ബെനിഫിറ്റ് ആയിട്ടുള്ളത്? കോട്ടന്റെ കൃഷിക്കാണ് ഇത് ബെനിഫിറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പരുത്തി മണ്ണ് എന്നും വിളിക്കാം. ഓക്കെ, പരുത്തി മണ്ണ് എന്നും നമുക്ക് ഈ ഒരു മണ്ണിനെ വിളിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ബ്ലാക്ക് സോയിലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ധാതു ലവണങ്ങളാണ് ഏത്? ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലൂമിനിയം പോലുള്ളവ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു കറുത്ത മണ്ണിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ വെസ്റ്റേൺ ഭാഗത്ത് നമുക്ക് ധാരാളമായിട്ട് പരുത്തിയുടെ ഉൽപാദനം കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ കോട്ടണോപോളിസ് എവിടെയാണ്? കോട്ടണോപോളിസ് മുംബൈയിലാണ്, അല്ലെ? മുംബൈ, മഹാരാഷ്ട്രയിലാണ്. സോ മനസ്സിലായല്ലോ കോട്ടൺ എന്തുകൊണ്ട് ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡിൽ ഇത്രയധികം വന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പം നമ്മുടെ ഡക്കാൻ പ്ലാറ്റ്യൂവിന്റെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് ഉള്ള ബസാൾട്ട്, ആ ഒരു ഏരിയനെ നമ്മൾ വിളിക്കുന്നു ഡക്കാൻ ട്രാപ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ഡക്കാൻ പ്ലാറ്റ്യൂവിനെ പറ്റിയിട്ടാണ്. ഡക്കാൻ പ്ലാറ്റ്യൂവിന്റെ അതിരുകൾ നമ്മൾ പറഞ്ഞു. ഡക്കാൻ പ്ലാറ്റ്യൂവിന്റെ വെസ്റ്റേൺ സൈഡിൽ പശ്ചിമഘട്ടമുണ്ട്, ഈസ്റ്റേൺ സൈഡിൽ പൂർവ്വഘട്ടമുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ടേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സത്പുര, മഹാദിയോ, മൈക്കല ഹിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി താഴെ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഏലമല ഹിൽസും ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ കാർഡമം ഹിൽസും ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ അതിര് കിടക്കുന്നതെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്കിവിടെ എന്താണ് പഠിക്കാനുള്ളത്? നമുക്ക് പശ്ചിമഘട്ടത്തെ പറ്റി പഠിക്കണം. പശ്ചിമഘട്ടം എവിടെ നിന്നാണ്? ഇവിടുന്നല്ലേ, ഗുജറാത്തിന്റെ ഇവിടുന്ന് തമിഴ്നാട്ടിന്റെ ഇവിടം വരെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന മലനിരകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പശ്ചിമഘട്ടം അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ കന്യാകുമാരി തൊട്ടിട്ട് താഴെ തെക്ക് കന്യാകുമാരി തൊട്ടിട്ട് മുകളില് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്നു. ഓക്കെ, ഇനി ഈ മലനിരയാണ് എന്തിന്റെ ഭാഗം? നമ്മുടെ ഡക്കാൻ പ്ലാറ്റ്യൂവിന്റെ വെസ്റ്റേൺ സൈഡ് ആണ് എന്തെന്ന് പറയുന്നത്? വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ വെസ്റ്റേൺ ഗട്ട്സ് എന്ത് ചെയ്യുന്നു? നോർത്തിൽ നിന്നും സൗത്തിലേക്ക് പോകുമ്പോൾ, താഴോട്ടേക്ക് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ നീളം കൂടി വരുന്നത്, ഉയരം കൂടി വരുന്നത്. ഓക്കെ, വടക്ക് നിന്ന് തെക്കോട്ടേക്ക് പോകുമ്പോൾ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഉയരം കൂടി വരുന്നത് മനസ്സിലാക്കി വെക്കുക. ഈ വെസ്റ്റേൺ ഗട്ട്സിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? നമ്മുടെ ആനമുടി എന്ന് പറയുന്നത്. എത്രയാണ്? 2695 മീറ്റർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പൊ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് കേട്ടോ, ആനമുടിയാണ്. ഓക്കെ, ഇനി നമ്മുടെ പശ്ചിമഘട്ട മലനിരകളെ നമുക്ക് പല രീതിയിൽ നമ്മൾ വിളിക്കാറുണ്ട്. ആനമല, ഏലമല. തമിഴ്നാട്ടിലോട്ടേക്ക് വരുമ്പോൾ തമിഴ്നാട്, കർണാടക ഭാഗത്ത് നീലഗിരി എന്ന് വിളിക്കും. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്ന് വിളിക്കും. നമ്മൾ സഹ്യപർവ്വതം എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി ഈ നീലഗിരിയിൽ തന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കൊടുമുടിയാണ് ദോഡാബേട്ട എന്ന് പറയുന്നത്. അതും കൂടി പഠിച്ചു വെക്കുക. ദോഡാബേട്ട 2637 കിലോമീറ്റർ ആണ്. സോറി, കിലോമീറ്റർ അല്ല, ഞാൻ നേരത്തെ കിലോമീറ്റർ ആണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. മീറ്റർ. ഓക്കെ, കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് അറിയാണ്ട് പറഞ്ഞു പോയതാണ്. മീറ്റർ കേട്ടോ. 2637 മീറ്റർ ആണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതവിടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഈ ഒരു വെസ്റ്റേൺ ഗട്ട്സ് കടന്നു പോകുന്ന സ്റ്റേറ്റുകൾ കൃത്യമായും പഠിച്ചു വെക്കണം. റിപ്പീറ്റഡ് ചോദ്യമാണ്. എന്ത് ചെയ്യുക? കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇതിലൂടെ കടന്നു പോകുന്ന സ്റ്റേറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള ആൻഡ് തമിഴ്നാട്. ഓക്കെ, അപ്പൊ ഗുജറാത്ത്,
മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള ആൻഡ് തമിഴ്നാട്, ഇത്രയും സ്റ്റേറ്റുകളാണ് ഇതിലൂടെ കടന്നു പോകുന്നതെന്ന് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, റിപ്പീറ്റഡ് ചോദ്യമാണ്. നമ്മൾ നേരത്തെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണെന്ന് പറഞ്ഞു. ആനമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ, ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിലെ നീലഗിരി ഹിൽസിലെ സെക്കൻഡ് ഹയസ്റ്റ് കൊടുമുടിയാണ് നമ്മുടെ ദോഡാബേട്ട എന്ന് പറയുന്നത്. ഇനി ഇത് എപ്പോഴാണ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് യുനെസ്കോ ലോക പൈതൃക പട്ടിക അല്ലെ, വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയത് എപ്പോഴാണ്? 2012 ഇതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. അതിൽ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ് ഏതെന്ന് പറയുന്നത്? വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ബാക്കി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഏതൊക്കെയാ? ഒന്ന് നമ്മുടെ ഹിമാലയാസ് ആണ് അല്ലെ, ഒന്ന് നമ്മുടെ ഹിമാലയാസ് ആണ്. പിന്നെ ഒന്ന് ഏതാണ്? നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ആണ്. പിന്നെ നമ്മുടെ ഇൻഡോ ബർമ റീജിയൻ. ഓക്കെ, ഇൻഡോ ബർമ റീജിയൻ ഉണ്ട്, ഈ ഒരു ഭാഗം ഇൻഡോ ബർമ റീജിയൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ കിടക്കുന്ന ഈ ഒരു മലേഷ്യയുടെ ഒക്കെ ഭാഗം, അതിനെ എന്തെന്ന് വിളിക്കും? സുണ്ടാലാൻഡ് എന്ന് വിളിക്കും. ഓക്കെ, സുണ്ടാലാൻഡ് എന്ന് വിളിക്കും. ഇതാണ് 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. അതിൽ എന്തുണ്ട്? വെസ്റ്റേൺ ഗട്ട്സും ഉണ്ടെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പാലക്കാട് ഗ്യാപ്പ് അഥവാ പാലക്കാട് പാസ്, പാലക്കാട് ചുരം കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ തമിഴ്നാടിനെയും കേരളത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ്. പശ്ചിമഘട്ടത്തിലെ ഒരു മൗണ്ടൈൻ പാസ് ആണ് പാലക്കാട് പാസ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. അതും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ പശ്ചിമഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഏതൊക്കെ സ്റ്റേറ്റുകളിൽ കൂടിയാ കടന്നു പോകുന്നതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമുക്ക് നോക്കാം, നമ്മളിപ്പോ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ ഡെക്കാൻ പ്ലാറ്റ്യൂവിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ വെസ്റ്റ് സൈഡ് നമ്മൾ പഠിച്ചു അല്ലെ, ഈ സൈഡ് നമ്മൾ പഠിച്ചു. ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ വെസ്റ്റ് സൈഡ് വെസ്റ്റേൺ ഘട്ട്. ഇനി ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ ഈസ്റ്റ് സൈഡ് എന്താണ്? അത് ഈസ്റ്റേൺ ഘട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈസ്റ്റേൺ ഘട്ടിനെ പറ്റി പഠിക്കാം, അല്ലെങ്കിൽ പൂർവ്വഘട്ടത്തെ പറ്റി പഠിക്കാം. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഈ നദികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ നദികൾ ഇങ്ങനെ ഒഴുകുന്നത് മൂലം ഈ ഒരു മൗണ്ടൈനെ കട്ട് ചെയ്ത് ഒഴുകുന്നു. ഓക്കെ, ഇങ്ങനെ മൗണ്ടൈനെ കട്ട് ചെയ്ത് ഒഴുകുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഒരു മൗണ്ടൈൻ റേഞ്ചസിന് എന്ത് സംഭവിക്കും? ഇതിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്ക് പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പം പൂർവ്വഘട്ടത്തിന് എന്തില്ല? അതിന് കണ്ടിന്യൂറ്റി ഇല്ല. ഈ മലനിരകൾ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് മാത്രമല്ല, ഈ നദികൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഒഴുകുന്നത് കൊണ്ട് തന്നെ ഈ മലനിരകൾക്ക് ഇറോഷൻ, അപരദനം സംഭവിക്കുന്നു. അപരദനം സംഭവിക്കുന്നത് വഴി ഈ മലനിരകളുടെ ഉയരം കുറയുന്നു. അതുകൊണ്ട് പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൂർവ്വഘട്ടത്തിന് എന്തായിരിക്കും? ഉയരം കുറവായിരിക്കും. അപ്പൊ ഇവിടെയുള്ള ഹിൽസിന് ഉയരം കുറവായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഈ പശ്ചിമഘട്ടവും ഇവിടുന്ന് പൂർവ്വഘട്ടവും തമ്മിൽ വന്ന് കണക്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? നീലഗിരി ഹിൽസിൽ വെച്ചിട്ടാണ് ഇത് കണക്റ്റഡ് ആവുന്നതെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മലനിരകൾ ഏതൊക്കെയെന്ന് നോക്കാം. ജാവാദി ഹിൽസ്, പാൽക്കൊണ്ട ഹിൽസ്, നല്ലമല ഹിൽസ്, മഹേന്ദ്രഗിരി ഹിൽസ് ഒക്കെ എന്താണ്? ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹിൽസ് ആണ്. അത് അവിടെയുണ്ട്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. പാൽക്കൊണ്ട, നല്ലഗിരി, ജാവാദി ഹിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പളനി ഹിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി പൂർവ്വഘട്ടത്തിലെ, അതായത് ഈസ്റ്റേൺ ഗട്ട്സിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് ജിന്ദാഗാഡയാണ് കേട്ടോ, ജിന്ദാഗാഡയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ വെസ്റ്റ് സൈഡിലെ വെസ്റ്റേൺ ഘട്ട് പഠിച്ചു, ഈസ്റ്റ് സൈഡിലെ ഈസ്റ്റേൺ ഘട്ട് പഠിച്ചു. ഇനി മുകളിൽ നമുക്കറിയാം, മുകളിൽ സത്പുര റേഞ്ചസ് ഉണ്ട്, മൈക്കല ഹിൽസ് ഉണ്ട്, മഹാദിയോ ഹിൽസ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ അതിൽ എന്ത് പഠിക്കാൻ വേണ്ടി പോകുന്നു? സത്പുര പർവ്വത നിലയെ പറ്റിയിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സത്പുര എന്ന് പറയുന്നത് ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ നോർത്ത് ഭാഗം, ഇവിടെയാണ് സത്പുര അല്ലെ. ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ നോർത്ത് ഭാഗത്താണ് സത്പുര ഉള്ളത്. ഇനി ഈ സത്പുരേന്റെ മുകളിൽ വേറൊരു പ്ലാറ്റ്യൂ ഉണ്ടല്ലോ, അതേതാണ്? അതിനെന്താ വിളിക്കുന്നത്? നമ്മുടെ പ്ലാറ്റ്യൂവിന് 2 ഡിവിഷൻസ് ആണല്ലോ, ഒന്ന് ഡെക്കാൻ പ്ലാറ്റ്യൂ, മറ്റേത് ഏതാണ്? മധ്യോന്നത തടം അല്ലെങ്കിൽ സെൻട്രൽ ഹൈലാൻഡ്സ് അല്ലെ, സെൻട്രൽ ഹൈലാൻഡ്സ്. അപ്പൊ സെൻട്രൽ ഹൈലാൻഡ്സിന്റെ ഏത് ഭാഗത്തായിട്ടാണ് സത്പുര കിടക്കുന്നത്? സെൻട്രൽ ഹൈലാൻഡ്സിന്റെ തെക്ക് ഭാഗത്തും ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ നോർത്ത് ഭാഗത്തും. ഓക്കെ, സെൻട്രൽ ഹൈലാൻഡ്സിന്റെ തെക്ക് ഭാഗത്തും ഡെക്കാൻ പ്ലാറ്റ്യൂവിന്റെ നോർത്ത് ഭാഗത്തുമായിട്ടാണ് എന്ത് കിടക്കുന്നത്? നമ്മുടെ സത്പുര റേഞ്ചസ് കിടക്കുന്നത്. ഇതിന്റെ ഒരു ഏകദേശ നീളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 560 മൈൽ അല്ലെങ്കിൽ 900 കിലോമീറ്റർ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏകദേശ നീളം എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് തുടങ്ങിയ സ്റ്റേറ്റുകളിൽ കൂടിയാണ് സത്പുര റേഞ്ചസ് കടന്നു പോകുന്നത്. സത്പുര എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ പഠിക്കണം. സാത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഹിന്ദിയിൽ? 7 എന്നാണ് അല്ലെ. അപ്പൊ സത്പുര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 മടക്കുകൾ എന്നാണ് അർത്ഥം വരുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇതിലെ പോകുന്ന പ്രധാനപ്പെട്ട നദികളാണ് നർമ്മദ, താപ്തി തുടങ്ങിയവ.
ഇനി സത്പുര റേഞ്ചസിന്റെ 4 അതിർത്തികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വടക്ക് ഭാഗത്ത് മഹാദിയോ ഹിൽസ് കാണാം, കിഴക്ക് ഭാഗത്ത് നമുക്ക് മൈക്കല ഹിൽസ് കാണാം, അതുപോലെ തന്നെ നമുക്ക് തെക്ക് ഭാഗത്ത് താപ്തി റിവർ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ കാണുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ധൂപ്ഗഡ് ആണ് കേട്ടോ. ഇത് പഠിക്കണം. നമ്മുടെ സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധൂപ്ഗഡ് എന്ന് പറയുന്നത്. ഇനി സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷൻ പഠിക്കുക. പഞ്ചമടി അഥവാ പഞ്ച്മാർഹി ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ എന്താണ് പഠിച്ചത്? നമ്മളിപ്പം നമ്മുടെ ഉപദ്വീപീയൻ പീഠഭൂമിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ഡക്കാൻ പീഠഭൂമിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് അടുത്ത പീഠഭൂമിനെ പറ്റി പഠിക്കണം. അതാണ് അടുത്ത പീഠഭൂമിയുടെ അടുത്ത ഡിവിഷനാണ് മധ്യ ഉന്നത തടം. അത് നമുക്ക് പഠിക്കണം. അത് നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മധ്യ ഉന്നത തടം എന്ന് പറയുമ്പോൾ ദാ ഈ ഒരു ഭാഗമാണ് മധ്യ ഉന്നത തടം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗമാണ് മധ്യ ഉന്നത തടത്തിൽ വരുന്നത്. അപ്പൊ ഇതിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാൽവാ പീഠഭൂമി. ഓക്കെ, മാൽവാ പീഠഭൂമി എന്ന് വിളിക്കുന്നതും മധ്യ ഉന്നത തടത്തിനെ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ പടിഞ്ഞാറേ സൈഡിൽ, ഓക്കെ, ഇതിന്റെ വെസ്റ്റേൺ സൈഡിൽ നിങ്ങൾക്ക് ആരവല്ലി കാണാൻ വേണ്ടി സാധിക്കും. ആരവല്ലി. അപ്പൊ ആരവല്ലി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരവല്ലിയുടെ പ്രത്യേകത എന്താണ്? ആരവല്ലിയുടെ പ്രത്യേകത? ഓൾഡസ്റ്റ് അല്ലെ, ഓൾഡസ്റ്റ് മൗണ്ടൈൻ റേഞ്ചസ് ആണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മൗണ്ടൈൻ റേഞ്ചസ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെസ്യൂച്വൽ മൗണ്ടെയിൻസ് അഥവാ നമ്മൾ അതിനെ അവശിഷ്ട പർവ്വതങ്ങൾ എന്ന് വിളിക്കും. അപ്പൊ അവശിഷ്ട പർവ്വതങ്ങൾക്ക് എക്സാമ്പിൾ ആണ് നമ്മുടെ ആരവല്ലി എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആരവല്ലി ഹിൽസ് നമ്മുടെ അവശിഷ്ട പർവ്വതങ്ങൾക്ക് എക്സാമ്പിൾ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒരു മിനിറ്റ്. നിങ്ങൾ ഈ ഒരു ക്ലാസ് കാണുമ്പം ഇതിന്റെ ടെക്സ്റ്റിൽ ചിലപ്പോൾ എന്റെ വീഡിയോ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴാണ് ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്. ഓക്കെ, ഞാൻ അപ്പൊ ഇതിന്റെ നോട്ട് എന്റെ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലാസ് കാണുമ്പോൾ നോട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ നോട്ട് ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ടെലിഗ്രാമിലെ ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഞാൻ ഇതിപ്പോ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ഒന്ന് ഓർത്തത്. അതായത് വീഡിയോ സൈഡിൽ വരുമല്ലോ എന്നുള്ള കാര്യത്തിനെ പറ്റി ഓർത്തത്. അപ്പൊ ഞാൻ എന്തായാലും അത് അടുത്ത ക്ലാസ് തൊട്ട് ശരിയാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി മധ്യ ഉന്നത തടങ്ങളെ പറ്റിയിട്ട് പറയാം അല്ലെ. മധ്യ ഉന്നത തടങ്ങൾ അപ്പൊ അവശിഷ്ട പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നു. ഇനി ഈ ഒരു മാൽവ പ്ലാറ്റ്യൂവിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് അബു എന്ന് പറയുന്നത് കേട്ടോ. മൗണ്ട് അബു. അപ്പൊ ഈ അവശിഷ്ട പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ച്വലി നമുക്കറിയാം 2 പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടാണ് എന്തുണ്ടായത്? നമ്മുടെ ഫോൾഡ് മൗണ്ടെയിൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലെ. സോറി, കൂട്ടിയിടിച്ചിട്ടാണ് ഫോൾഡ് മൗണ്ടെയിൻസ്, കൺവേർജൻസിലൂടെയാണ് ഫോൾഡ് മൗണ്ടെയിൻസ് ഉണ്ടായിരിക്കുന്നത്, നമ്മുടെ ഹിമാലയാസ് ഒക്കെ. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ മൗണ്ടെയിൻസിൽ പ്ലേറ്റ് ടെക്ടോണിക് ആക്ടിവിറ്റീസ് ഇല്ലാണ്ടാകുമ്പോൾ ഇതിന്റെ വളർച്ച നിൽക്കും. ഓക്കെ, ടെക്ടോണിക് ആക്ടിവിറ്റീസ് നടക്കുന്നില്ലെങ്കിൽ അത് പിന്നീട് വളരില്ല. ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ഹിമാലയാസ് ഒക്കെ വളർന്നുകൊണ്ടേയിരിക്കുക. കാരണം എന്താണ്? അവിടെ ആക്റ്റീവായിട്ട് ടെക്ടോണിക് ആക്ടിവിറ്റീസ് നടക്കുന്നത് കൊണ്ട്. അപ്പം ടെക്ടോണിക് ആക്ടിവിറ്റീസ് നടന്നില്ലെങ്കിൽ അതിന് വളർച്ച ഉണ്ടാവത്തില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത്? ഈ മൗണ്ടെയിൻസിന് അവിടെ വളർച്ച ഇല്ലാണ്ടാകുമ്പോൾ അവിടെ അപരദനം സംഭവിക്കുന്നു. അപരദനം സംഭവിക്കുന്നത് വഴി ഈ മൗണ്ടെയിൻസ് എന്താവുന്നു? ചെറുതായി പോകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള മൗണ്ടെയിൻസ് നമുക്ക് റെസ്യൂച്വൽ മൗണ്ടെയിൻസ്, അവശിഷ്ട പർവ്വതങ്ങൾ എന്ന് വിളിക്കാം. അതിന് എക്സാമ്പിൾ ആണ് മൗണ്ട് അബു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു നമ്മുടെ മധ്യ ഉന്നത തടത്തിന്റെ ഈസ്റ്റേൺ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പ്ലാറ്റ്യൂ ആണ് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. അതും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് നമ്മുടെ രാജ്മഹൽ ഹിൽസിന് തെക്ക് ഭാഗത്തായിട്ടാണ് എന്ത് കിടക്കുന്നത്? ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അവിടെയാണ് നമുക്ക് ഇന്ത്യയുടെ ധാതു കലവറ അല്ലെ, ധാതു വിഭവ കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ആണ്. ഇവിടെ നമുക്ക് ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പു തുടങ്ങിയ ലോഹധാതുക്കളെയും ചുണ്ണാമ്പ്, കൽക്കരി പോലുള്ള അലോഹധാതുക്കളെയൊക്കെ ധാരാളമായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സെൻട്രൽ ഹൈലൻഡ്സ് അല്ലെങ്കിൽ മധ്യ ഉന്നത തടങ്ങളുടെ അതിർത്തികൾ നോക്കാം. പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി ഉണ്ട്, കിഴക്ക് ഭാഗത്ത് രാജ്മഹൽ ഹിൽസ് ഉണ്ട്, തെക്കിലെ സത്പുര, വടക്ക് ഭാഗത്ത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. ഇങ്ങനെയാണ് അത് കിടക്കുന്നത്. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തായിട്ട് നമുക്ക് വടക്ക് കിഴക്കൻ പീഠഭൂമിയും കൂടി കാണാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു കണ്ടിന്യൂവേഷൻ വടക്ക് കിഴക്കൻ ഭാഗത്തോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനെ നമുക്ക് അവിടെ തന്നെ നമുക്ക് ഈ ഒരു രാജ്മഹൽ
അപ്പൊ നമ്മുടെ രാജ്മഹൽ ഹിൽസിനും അതുപോലെ തന്നെ മേഘാലയൻ പീഠഭൂമികൾക്കും ഇടയിൽ വരുന്ന ഒരു ഫോൾട്ട് ആണ് മാൽഡ ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ മെയിൻലാൻഡിന് പീഠഭൂമിയുടെ ഭാഗത്തിന് ഇപ്പുറത്തെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗവുമായിട്ട് അതിനെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഫോൾട്ട് ആണ് മാൽഡ ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ശരി, ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യം, അതുപോലെ തന്നെ ഇവിടുത്തെ സോയിൽ ടൈപ്പ് എന്താണ്, ഇവിടുത്തെ അഗ്രികൾച്ചർ എന്താണ്, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ്. അവിടെ നമുക്ക് ധാതുക്കളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട്. സോ ആ ഒരു ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഉടനെ തന്നെ ചെയ്യാം. എനിക്കറിയാം ഞാൻ വീഡിയോ ഇടുമ്പോൾ കുറച്ച് ലാഗ് ആവുന്നുണ്ടെന്ന്, സമയത്തിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇടയ്ക്ക് ലാഗ് വരുന്നത്. പക്ഷെ ഞാൻ മാക്സിമം വേഗം തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇനി എന്തായാലും ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഒരു 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷൻ സെറ്റ് ആയിക്കോളും. അതിന്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ റീഡിംഗ് എന്ന രീതിയിൽ റാങ്ക് ഫയലും കൂടി റെഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്